ഹായ് ഓൾ, ദിസ് ഇസ് കോക്ക് തങ്കലാൻ, റൈറ്റർ ഡയറക്ടർ പ രഞ്ജിത്ത്. ഇതിലെ ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത് അഴകിയ പെരിയവൻ. പറയാൻ കാരണം ഈ സിനിമയിൽ ധാരാളമായിട്ട് ഡയലോഗ്സ് ഉണ്ട്. എസ്പെഷ്യലി ഇതിലെ തങ്കലാൻ എന്ന് പറയുന്ന ചിയാൻ്റെ വിക്രത്തിൻ്റെ കഥാപാത്രം ത്രൂ ഔട്ട് സംസാരിക്കുന്ന ഒരു കഥാപാത്രമാണ്. അദ്ദേഹം പറയുന്ന പല ഡയലോഗ്സും കിടിലനാണ്. അതുപോലെ ഇതിൻ്റെ മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്ന ജി വി പ്രകാശ് കുമാർ. വളരെ അണ്ടർ അപ്രീഷിയേറ്റഡ് ആയിട്ടുള്ള, വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. വളരെ മൊസായിക് ആയിട്ടുള്ള മ്യൂസിക് ചെയ്യുന്ന ഈ അനിരുദ്ധിനെ പോലെ ഈ കൊമേഴ്ഷ്യൽ പടങ്ങൾക്ക് വേണ്ടി ധാരാളമായി പാട്ടയടി മാത്രമല്ലാതെ അനിരുദ്ധം അല്ലാതെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ GVP ചെയ്തിരിക്കുന്ന ജോൺറേസ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വാസ്റ്റാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന വർക്ക്സ് എന്ന് പറയുന്നത്. ഇതിലും വ്യത്യസ്തമല്ല. ഇതിൽ സ്കോർ ഗംഭീരമാണ്. അതോടൊപ്പം തന്നെ അന്നക്കിളി എന്ന് പറഞ്ഞ പാട്ടുണ്ട്, വളരെ ഫോക്ക് ടച്ചുള്ള നല്ലൊരു സോങ്. സിനിമ ആരംഭിക്കുന്നത് ഒരു പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡാണ്, കുറേ നൂറ്റാണ്ടുകൾ മുൻപാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഉള്ളൊരു ഗ്രാമം, അവിടെ വളരെ റോ ആയിട്ടുള്ള ഗോത്രീയമായിട്ടുള്ള ജീവിതം നയിക്കുന്ന, കാർഷിക വൃത്തിയെടുക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. അതിൽപ്പെട്ട ആളാണ് ഈ തങ്കലാൻ. ഈ വിക്രത്തിൻ്റെ ഈ ഓവേർട്ട് അപ്പിയറൻസും അദ്ദേഹത്തിൻ്റെ മേക്ക് ഓവറും അദ്ദേഹം ബോഡിയിൽ കൊണ്ടുവരുന്ന ട്രാൻസിഷൻസൊക്കെ ഇഷ്ടംപോലെ സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇതിലും വളരെ വ്യത്യസ്തമായിട്ട് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫിസിക്ക് കറക്റ്റ് ഒരു ഡെയിലി അധ്വാനിക്കുന്ന ഒരു മനുഷ്യൻ്റെ ബോഡി, കുറച്ച് വയറൊക്കെ ചാടിയിട്ട് പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ഉള്ളിൽ ഭയങ്കര കോർ ഫിറ്റ്നസ് ഉള്ള ഒരു ബോഡി. പിന്നെ അദ്ദേഹത്തിൻ്റെ ആക്ടിങ്, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഓരോ സിനിമയ്ക്കും അത്രയും എഫേർട്ട് ഇട്ട്, സിനിമ മോശമായാൽ പോലും തൻ്റെ ക്യാരക്ടർ ഇത്രയും ഗംഭീരമായിട്ട് ചെയ്യുന്ന മറ്റൊരു നടൻ ഇന്ത്യയിൽ കാണില്ല. അതുപോലത്തെ പരിപാടിയാണ് പുള്ളി സ്ഥിരമായിട്ട് ചെയ്യുന്നത്. ഇതിലും ഒട്ടും വ്യത്യസ്തമല്ല. ഗംഭീരമായിട്ടുള്ള ആക്ടിങ്, പുള്ളിയുടെ ഒരു കുറച്ചൊരു എക്സെൻട്രിക് ആയിട്ട് കുറച്ച് ഓവർ ദ ടോപ്പൊക്കെ നിൽക്കുന്ന സമയത്ത് പുള്ളിക്ക് കിട്ടുന്ന ഒരു സ്വാഗ് ഉണ്ട്. സ്വാഗ് ഇൻ ദ സെൻസ് ഈ മാസ് അപ്പീലിംഗ് പരിപാടിയല്ല, പുള്ളി ഇങ്ങനെ അങ്ങനെ തെറിക്കും പുള്ളി, അതാണ്. അതുപോലെ തന്നെ നമ്മുടെ പാർവതി തിരുവോത്ത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മാളവിക മേനോൻ ഇതുപോലെ തന്നെ ഭയങ്കര ബോഡി ഫിറ്റ്നസ് ഒക്കെ ഉള്ള നടിയാണ്. അവരുടെ ക്യാരക്ടറും അങ്ങനെയാണ്, ഒരു വിസാഡൊക്കെ പോലത്തെ, ഒരു വിച്ചൊക്കെ പോലത്തെ ഒരു ഫാൻറ്റസി ടൈപ്പ്, ഒരു ഇൻവിസിബിൾ കൈൻഡ് ഓഫ് ക്യാരക്ടറാണ്. അത് അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ ആരംഭിക്കുന്ന ഈ ഒരു കാർഷിക ഗ്രാമം പരിപാടി, അവിടെ നിന്ന് വിക്രം ഒരു കഥ പറയുന്ന ഒരു ഫാൻറ്റസിയിലേക്ക് ഒരൊറ്റ ജമ്പിങ് ഉണ്ട്. അതൊരു ഗംഭീര പരിപാടിയായിരുന്നു. പക്ഷെ അവിടെയും എനിക്ക് ഈ VFX ഭയങ്കര പൂറായിട്ട് ഫീൽ ചെയ്ത്. എസ്പെഷ്യലി ഈ പറഞ്ഞ മാളവിക മേനോൻ കാണിക്കുന്ന ഭാഗമായി കഴിഞ്ഞാൽ കുറേ സ്നേക്സൊക്കെ വരുന്നുണ്ട്. സ്നേക്സൊക്കെ ഭയങ്കര പൂറായിട്ട് തോന്നി. ഉടനീളം അവരെ ബ്ലഡ്, ഇതിൽ അവസാനമായിട്ട് വരുന്ന കരിമ്പുലി, അതുപോലെ തന്നെ പോത്തിനെ വെട്ടുന്നത്, ഇതൊക്കെ VFX ഭയങ്കര പൂറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയെ ടെക്നിക്കലി പുറകോട്ട് വലിക്കുന്ന ഒരു പ്രധാന ഘടകമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് VX ആണ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ പടം ജമ്പ് ചെയ്ത് പിന്നെ ഇതിൻ്റെ പരിപാടി പറയുന്നത് ഈ KGF നമ്മൾ കണ്ടിട്ടുള്ള ഈ കോലാർ ഗോൾഡ് മൈൻ ബേസ് ചെയ്തിട്ടുള്ള ഈ ട്രഷർ ഹണ്ട്, ഈ ഗോൾഡ് ട്രേസ്, നിധി നേടി പോവുക. അതോടൊപ്പം തന്നെ രഞ്ജിത്തിൻ്റെ ടിപ്പിക്കൽ പൊളിറ്റിക്സ്. അദ്ദേഹം ഓരോ സിനിമയിലും ഇപ്പോൾ ജാതി പൊളിറ്റിക്സ് ആയി കഴിഞ്ഞാലും, കാസ്റ്റ് പൊളിറ്റിക്സ് ആയി കഴിഞ്ഞാലും, അതുപോലെ തന്നെ ഈ പറഞ്ഞ ക്ലാസ് പൊളിറ്റിക്സ് ആയി കഴിഞ്ഞാലൊക്കെ ധാരാളമായിട്ട് തൻ്റെ സിനിമകളിലൂടെ സംസാരിക്കുന്ന ആളാണ്. ഇതിലും വ്യത്യസ്തമല്ല. ഈ പറഞ്ഞ കുറേ ഡ്യുവാലിറ്റി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഇന്ത്യൻ ഗോത്രീയത, അവരും ഈ ബ്രിട്ടീഷ് പീപ്പിളും തമ്മിലുണ്ടായിട്ടുള്ള കോൺഫ്ലിക്റ്റ്, അതിൻ്റെ ഈ ഡ്യുവാലിറ്റി, അതോടൊപ്പം തന്നെ പവർ സ്ട്രക്ചർ, അതായത് പവർ അതോടൊപ്പം തന്നെ ഗോൾഡിനോടുള്ള ആർത്തിയും ഇതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറേ അണ്ടർലൈങ് ആയിട്ടുള്ള ധാരാളം ലെയേഴ്സ് രഞ്ജിത്ത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് നോക്കുന്ന സമയത്ത് സിനിമ പല സ്ഥലത്തും ഫ്ലാറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമ എനിക്കൊരു ഗംഭീര സിനിമയായിട്ട് ഫീൽ ചെയ്യാതിരുന്നത്. ഗംഭീരമായിട്ടുള്ളൊരു സാധനമാണ് സ്ക്രിപ്റ്റിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് എനിക്ക് പല സ്ഥലത്തും ഫ്ലാറ്റായിട്ട് ഫീൽ ചെയ്ത്. ഇതിൽ കാട്ടിലൂടെയൊക്കെ പോകുന്ന സീനുണ്ട്, അതൊക്കെ ഗംഭീരമാണ്. ഇടയ്ക്കിടയ്ക്ക് ഫാൻറ്റസി വരുന്നു. പിന്നെ ഇങ്ങനെ ഈ വിക്രത്തിൻ്റെ കഥാപാത്രം ഇങ്ങനെ ഹാലൂസിനേഷൻ പോലെ കാണുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ റിയലായിട്ടുള്ള ഈ പറഞ്ഞ രഞ്ജിത്ത് പൊളിറ്റിക്സും. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഡയലോഗ്സ് ഒക്കെ വരുന്നത് പ്രധാനമായിട്ടും ഈ ഡയലോഗ്സിൽ കൂടെ തന്നെയാണ് കൂടുതലും പൊളിറ്റിക്സ് പറയുന്നത്. കഥാപാത്രങ്ങളുടെ കോൺഫ്ലിക്റ്റ് കൊണ്ടുണ്ടെങ്കിൽ കൂടെ സ്വന്തം മണ്ണ്,
നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി എന്ന് പറയുമ്പോൾ സ്വന്തം മണ്ണ്, സ്വന്തം വേര്, അസ്തിത്വം, അടിമത്വം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇൻഡിജിനസ് കൾച്ചർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു സിനിമ. ഈ സിനിമയുടെ കുറേ കഴിഞ്ഞപ്പോൾ ഇത് പിന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് റിപ്പീറ്റേഷൻ ഓഫ് സീൻസ്. അതായത് ഈ ഗോൾഡ് ട്രേസും പരിപാടിയും വന്ന് വീണ്ടും ഗോൾഡ് ട്രേസ് വരുന്നു, വീണ്ടും ഗോൾഡ് ട്രേസ്, വീണ്ടും പാമ്പ് വരുന്നു, വീണ്ടും മറ്റേ ഈ വിച്ച് വരുന്നു, ഇങ്ങനെ വന്ന് ഇത് കണ്ട് അയ്യോ എന്നുള്ളൊരവസ്ഥയിലേക്ക് കുറേ അങ്ങോട്ട് എത്തിയപ്പോഴേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത്. പക്ഷേ അതേസമയം തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആളുകളും, ഫോറിനറായിട്ട് അഭിനയിച്ചിട്ടുള്ള കക്ഷി, അതുപോലെ തന്നെ പശുപതി ഇതിനകത്തുണ്ട്, പിന്നെ കുറേ ബാലകന്മാർ, അങ്ങനെ കുറേ പേരുണ്ട്, കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകൾ. കോസ്റ്റ്യൂമൊക്കെ ഗംഭീര ആ സമയത്തെ കോസ്റ്റ്യൂം. പിന്നെ വിക്രം എന്ന് പറയുന്ന നടന് ഏത് കോസ്റ്റ്യൂം ഇട്ടാലും ചേരും. അത് അന്യയിൽ നമ്മൾ കണ്ടിട്ടുള്ള കോസ്റ്റ്യൂംസ് ആയി കഴിഞ്ഞാലും ഇനി ഇതിലുള്ള കോസ്റ്റ്യൂംസ് ആയി കഴിഞ്ഞാലും എന്തിട്ട് കഴിഞ്ഞാലും പുള്ളി തുണി എടുത്തില്ലെങ്കിൽ പോലും അഭിനയിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു വൾഗാരിറ്റി ആയിട്ട് തോന്നില്ല. കാരണം പുള്ളി ആ ക്യാരക്ടറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, പുള്ളി മോൾഡ് ചെയ്യുന്നത് ആ തരത്തിലാണ് ഫിസിക്കലി. നേരത്തെ ഞാൻ മാളവിക മേനോൻ എന്നാണ് പറഞ്ഞ സംശയമുണ്ട്. മാളവിക മോഹനാണ്. മാളവിക മോഹൻ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ കുറേ മാളവികമാരുണ്ട് സിനിമയിൽ, അതുകൊണ്ട് മാറിപ്പോകുന്നതാണ്. എസ് എ ഹോൾ ഒരു രഞ്ജിത്ത് ചിത്രം എന്ന് പറയുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിനായിട്ടുള്ള പൊളിറ്റിക്സ് പറച്ചിൽ, അത്തരം ലേയേഴ്സ്. പക്ഷേ ഒരു സിനിമ എന്ന നിലയ്ക്ക് എനിക്കിതൊരു ഗംഭീര സിനിമയായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ഒട്ടും മോശം എന്ന് പറയാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരളവുക്ക് ഒരു പടം. അതാണ് തങ്കലാൻ ഫോർ മീ.